ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് നാസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ കണ്ട വീഡിയോ ഉണ്ട്, ബാക്കി പാർട്ടാണ്. യെസ്, പാർട്ട് 2 ഓഫ് മൈ വയലഡ ട്രിപ്പ്. എന്നാൽ പിന്നെ നമുക്ക് റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളും പിന്നെ എന്തൊക്കെ നടന്നു എന്നൊക്കെ കാണാലോ. ബാ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ വയലഡ വ്യൂ പോയിന്റ് റിസോർട്ട്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കണ്ടത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ട് ഇൻ കാലിക്കറ്റ്. യെസ്, ഫോർ ഫാമിലീസ് ആൻഡ് ട്രാവലേഴ്സ്. സത്യം പറഞ്ഞാൽ കണ്ട വ്യൂവിനേക്കാളും വന്നപാട് കണ്ടതിനേക്കാളും എനിക്ക് ഈ രാവിലെ എണീറ്റ് കണ്ട വ്യൂ, വാ, സൂപ്പർ, സോ ബ്യൂട്ടിഫുൾ. എന്തൊരു രസമായിരുന്നു എന്നറിയാം. കാരണം നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്നൊക്കെ മാറി പുതിയൊരു സ്ഥലത്തല്ലേ ഉള്ളത്, വേറെ സ്ഥലത്താണ്. നമ്മൾ ഡെയിലി രാവിലെ എണീറ്റാൽ കാണുന്ന വ്യൂസും കാര്യങ്ങളും ഒന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ആ ബെഡിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു വ്യൂ സൂപ്പറാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലോട്ട് പോയി. അങ്ങനെ മക്കൾക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങളും കഴിച്ച് കുറച്ചൊന്ന് റിലാക്സായി സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ചെക്കൗട്ടിന് സമയമായിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വയനാട്ടിലേക്ക് വിട്ടാലോ? വേറൊന്നിനല്ല, ചുമ്മാ ഒന്ന് കറങ്ങാൻ. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കയറിയത് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടീൻസ് ആണ്. അവിടേക്കാണ് കയറിയത്. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്കൂളൊക്കെ ടൂർ വരാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് കണ്ട ഒരു അറിവ്. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾ കയറിയത് അതിന് മുന്നിലുള്ള ഒരു ചെറിയൊരു ക്യാഫേ ഉണ്ടായിരുന്നു. ആദ്യം മോർണിംഗ് കഴിച്ചതൊക്കെ ദഹിച്ചുകൊണ്ട് അവിടുന്ന് കുറച്ചൊന്ന് അകത്താക്കി. അങ്ങനെ നെക്സ്റ്റ് പോയതൊരു അഡ്വഞ്ചറസ് പാർക്ക്. ഇതിൻ്റെ പേരെന്തായിരുന്നു? വയനാട് അൾട്രാ പാർക്ക്. അവിടേക്കാണ് പോയത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ ജയൻറ്റ് സ്വിങ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു. കപ്പിൾ സ്വിങ് ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ എന്താ, ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പേടിച്ച് നടന്നു. അവിടുന്നൊക്കെ രണ്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും താഴെ നോക്കാൻ പാടില്ല. നമ്മൾ നേരെ മാത്രം നോക്കാൻ പാടില്ല. താഴെ നോക്കിയോ തലകറങ്ങും. എനിക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി സീനറീസും കാര്യങ്ങളും നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ താഴെ പോയി. കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അതാ കണ്ടില്ലേ, ഇതാണ് പേര്, വയനാട് അൾട്രാ പാർക്ക്. എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വയനാട് ഹണി മ്യൂസിയം. സംഭവം ഇതൊക്കെ ഓരോന്ന് കാണുന്ന വഴിക്ക് നമ്മൾ കയറുന്ന കേട്ടോ. ഇതിനായിട്ട് സെർച്ച് ചെയ്ത് പോകുന്നില്ല. നമ്മൾ കാണുന്ന വഴിയേക്ക് എന്തൊക്കെയോ കാണുന്നോ അവിടെയൊക്കെ കയറി. ഹണി മ്യൂസിയം, കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, ഫിഷ് സ്പാ, പിന്നെ എന്താ, നമ്മൾ ഇതുപോലെ തന്നെ ഓരോന്നിലേക്ക് കയറി ആടി. പിന്നെ ഈ ഒരു സ്ലൈഡൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ എല്ലാത്തിലും കയറി ഒന്ന് ഊരിയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഹണീൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു, പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി പോയി. എവിടെയും ഞാൻ നിന്നില്ല. ഞാൻ ആകെ നിന്നത് ഒരേ ഒരു സ്ഥലത്താണ്. എൻ്റെ കണ്ടുപോയത് ഇവിടെയാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളെ കണ്ടെത്താൻ നമുക്ക് വേണ്ട സാധനത്തിലാണല്ലോ. അങ്ങനെ അവിടുന്ന് 2-3 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ വണ്ടി കയറി നേരെ വിട്ട് 3-3:30 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ചോറും എവിടെ നിന്ന് കിട്ടും എന്ന് നോക്കി നമ്മളിങ്ങനെ പോയി. അപ്പോൾ വഴിയിൽ കണ്ട ഒരു ഹോട്ടലിൽ ഊണെന്ന് എഴുതിയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചാണ്. അവിടെ നിന്നാണ് നമ്മൾ വണ്ടറിങ് സ്റ്റോറിനൊക്കെ കണ്ട് അവരെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത്. അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല, അതെല്ലാം എൻ്റെ ഇൻസ്റ്റാ പേജിലുണ്ടായിരുന്നു. കാണുന്നവർ കണ്ടിട്ട്. അതിന് ശേഷം നമ്മൾ കയറിയതാണ് കാണുന്ന റേസിങ് സംഭവത്തിലേക്ക്. ചെറിയൊരു പേടിയിലുണ്ടെങ്കിലും ആദ്യം എന്തായതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഫുൾ സെറ്റപ്പെല്ലാം കണ്ടിട്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാലമായിട്ട് ലൈസൻസ് ഒന്നും എടുക്കാണ്ട് പെട്ടി കെട്ടി പൂട്ടി വെക്കുന്ന എനിക്ക് അങ്ങനെയെങ്കിലും ഒരു സ്റ്റിയറിങ് പിടിക്കാൻ പറ്റി.
പോകുന്ന പോക്കണ്ട, പറപ്പിച്ച് പോകുന്ന പോക്കണ്ട. പറപ്പിക്കുന്നില്ലെങ്കിലും ഉരുട്ടിയിട്ടാണെങ്കിൽ ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനൊരു സ്പോട്ടിൽ കയറി. അവിടുന്ന് കുറച്ച് ചായയും മുളക് ബജിയെല്ലാം കഴിച്ചു. ഞാൻ മുളക് ബജി പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല, ടു ബി ഫ്രാങ്ക്. വലിയ ടേസ്റ്റ് ഉണ്ടാവുന്നില്ല വെച്ചിട്ട് ഓർഡർ ചെയ്തത്, പക്ഷേ ഉണ്ടായിട്ടില്ല. ബാഡ് ലക്ക്. അതും കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചു തരാം. ബൈ ബൈ. പോല കുറച്ച് മ്യൂസിക് കേട്ടിട്ട് പോകാം. Come on.